സ്വപ്ന കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ സജിത്ത്? ഉണ്ട്, കാണുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യം മൊത്തം ഫോഴ്സിലെ ആൾക്കാരുണ്ട്. പറഞ്ഞോളൂ. एक मिनट, क्या है भैया? किधर है और एक मिनट है। आपके साथी जो है वो कहाँ है? साथी आप अकेले हो? अकेले है। मेरा पति सीआरपीएफ का असिस्टेंट कमांडेंट है, श्रीनगर है। आज कल रजौरी स्टे किया। अच्छा, हाँ, अभी इधर आया, सॉरी निकल गया। आप निकलो आगे, चलो आगे। हाँ, ये शोफियान रोड है। ये छोटे रोड है, चलो तो आप आगे। पता क्या है? ओके, हाँ, आप चलो इधर नहीं। ശ്രീമതി ഷപ്നയാണ് നമ്മളോടൊപ്പം ചേരായിരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ സുരക്ഷാ പരിശോധനയിൽ അവർക്ക് അവിടെ നിന്ന് പെട്ടെന്ന് മാറാൻ അവരോടും ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത ആവുകയാണ് ഈ നമ്മുടെ സംവിധാനങ്ങൾ. കാരണം അങ്ങനെ പറ്റുകയുള്ളൂ. കാരണം എല്ലാവരുടെയും സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. ഒപ്പം മറ്റൊരു തരത്തിലുള്ള കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, വളരെ പെട്ടെന്ന് ഒരു ഫോഴ്സിന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ല ഈ മേഖല എന്നുള്ളതാണ്. വാഹനങ്ങളൊക്കെ തുലോം പരിമിതമാണ്. ഇവിടെ കുതിരപ്പുറത്തും മറ്റും ആളുകൾ വന്നിറങ്ങി ട്രക്കിങ്ങും മറ്റും നടത്തി മടങ്ങിപ്പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്നാണ് മനസ്സിലാകുന്നത്. ദൃശ്യങ്ങൾ അത് കാണാം. ഹെലികോപ്റ്ററുകളിലും മറ്റും സൈനികർ അവിടെ എത്തുന്നു, പരിശോധനകൾ നടത്തുന്നു. അവിടെ ആഭ്യന്തരമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനയും ക്രമീകരണവും മറ്റും അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. 28 വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടപ്പെട്ടത് എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. വലിയ ദുഃഖകരമായ സംഭവമാണ്. രാജ്യത്തെ അതീവ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, നമ്മൾ ഒരുപാട് വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. സജിത്ത് തൊടുന്നുണ്ട്. സജിത്ത്, നമ്മളിപ്പോൾ കണ്ടത് അവിടുത്തെ സുരക്ഷാ മുൻകരുതലുകൾ അവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഈ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? പതിനൊന്ന് മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിക്കും. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ്. ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി അദ്ദേഹം ഓൺലൈനായി കൂടി അത് പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിലുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായും വിലയിരുത്തി ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾക്കാണ് രാജ്യം പദ്ധതി ഒരുക്കുന്നത്. ആദ്യം മൃതദേഹങ്ങളെല്ലാം നാടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. രണ്ടാമതായി തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള പരിശോധനയാണ്. ആ ഏറ്റുമുട്ടലും ആ പരിശോധനകളും അവിടെ ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അതിർത്തി മേഖലയിലെ സാഹചര്യം കൂടി പ്രത്യേകം വിലയിരുത്തുന്നുണ്ട്. കാരണം അതിർത്തിയിൽ ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങളുമായി രാജ്യം മുന്നോട്ട് പോകുന്നത്. ലോകരാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾക്കെല്ലാം ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പിന്തുണയുള്ള തന്നെയാണ് രാജ്യത്തിൻ്റെ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. സവിശേഷമായ ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ തീവ്രവാദികൾ ഈ ദിവസം തെരഞ്ഞെടുത്തു, ഇതിന് പിന്നിലുണ്ടായ തുടർ നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതീവ ജാഗ്രതയോടെ കൂടി തന്നെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭീകരവാദികളുടെ ഈ നീക്കമുണ്ടായ പ്രദേശം പൂർണ്ണമായും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടുന്ന് ടൂറിസ്റ്റുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുന്നു. പൂർണ്ണമായും സുസജ്ജമായ സംവിധാനങ്ങളാണ് ഇപ്പോൾ അവിടെ ഒരുക്കിയിരിക്കുന്നത്. സംവിധാനങ്ങൾ എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ തോതിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. കാര്യമായ തെരച്ചിലും പുരോഗമിക്കുന്നുണ്ട് ഈ ഭീകരരെ കണ്ടെത്താൻ. അവിടെ ലോക്കൽ സപ്പോർട്ടില്ലാതെ ഇങ്ങനൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നത് വ്യക്തമാണ്. പ്രാദേശികമായി ആരൊക്കെ സഹായങ്ങൾ നൽകി എന്നുള്ളതും അന്വേഷണ വിധേയമാണ്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. തെരച്ചിൽ വ്യാപകമായി തുടരുന്നുണ്ട്. ചെറിയ മേഖലയാണ് എങ്കിൽ പോലും കുന്നിൻ ചെരുവുകളും
ഒളിച്ചിരിക്കാൻ പറ്റിയ നിരവധി സ്ഥലങ്ങളുമൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ അവിടം വളരെ പെട്ടെന്ന് ഭീകരരെ കണ്ടെത്തുക എന്നുള്ളത് അല്പം ദുഷ്കരമായിരിക്കും, അത്ര പ്രയാസമുള്ള കാര്യമായിരിക്കും. പക്ഷെ അതിലേക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങളെത്തും എന്ന് പ്രതീക്ഷിക്കണം. അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ്. ഇന്ന് തന്നെ അതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കണം. ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ 6 പേരാണുള്ളത്. അതിൽ ഒരാളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇവരിൽ പലരും ഹെൽമറ്റിൽ ക്യാമറ ധരിച്ചാണ് ആക്രമണം നടത്തിയത് എന്ന് പറയുമ്പോൾ ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ മറ്റുള്ള ചില ആളുകൾക്ക് കൈമാറാനുള്ള നീക്കങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നതുകൂടി മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ നിയന്ത്രിക്കുന്ന ആളുകൾ കൂടി ഉണ്ടാകാം സ്വാഭാവികമായും. നമുക്ക് ദൃശ്യങ്ങളിൽ ഉള്ളത് ഈ ആക്രമണങ്ങളിൽ ഒരാളുടെ ദൃശ്യമാണ്. ഇയാളുടെ പുറകിൽ നിന്നുള്ള ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ത്യക്കൊപ്പം വലിയ തോതിൽ ലോകരാജ്യങ്ങൾ നിൽക്കുന്നുണ്ട് എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പാകിസ്ഥാന്റെ പ്രതികരണം ഇതിനകം വന്നു കഴിഞ്ഞു. ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം വിശ്വസനീയമാണ് ആ പ്രതികരണം എന്നുള്ളതും വലിയ ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ പറയുന്നത് പോലെ രാജ്യത്തെ നടുക്കിയ ഒരു ഭീകരാക്രമണം, അതിനുശേഷമുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പുൽവാമയിലുണ്ടായ ഒരു ആക്രമണമാണ് ഇതിനു മുൻപ് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം ഇത്ര അധികം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരാക്രമണം ഉണ്ടായത് ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമാധാനപൂർണ്ണമായി ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയ്ക്ക് മേൽ കരുനിഴൽ വീഴ്ത്തുന്ന, അവർക്കിടുത്തിയായി ഒരാക്രമണം കൂടി ഉണ്ടാകുന്നു. ഒരുപാട് മേഖലകളെ പ്രതിസന്ധിയിലാക്കും. കാരണം ടൂറിസം ഏറ്റവും അധികം വളർന്നു വന്നിരുന്ന പ്രദേശമാണ്. ട്രാവൽ ഏജൻസികളൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളെയും കൊണ്ട് ജമ്മു മേഖലയിലേക്ക്, ജമ്മുവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ജമ്മു കാശ്മീർ മേഖലയിലേക്ക് എത്തിയിരുന്നു. അവർക്കൊക്കെ പലരുടെ ബുക്കിംഗ് ഇപ്പോൾ ക്യാൻസലാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് മലയാളികൾ ഈ മാസം അവസാനത്തോടെയും അടുത്ത മാസം ആദ്യത്തോടെയൊക്കെ അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അത് ഏതാണ്ട് പല ആളുകളും ക്യാൻസൽ ചെയ്യുന്നു. ചില ആളുകൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നവരുമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എവിടെ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും തൽക്കാലം അവിടെ ഇല്ല. പക്ഷേ നിയന്ത്രണമുണ്ടാകും, ടൂറിസ്റ്റുകൾക്കടക്കമുള്ള നിയന്ത്രണമുണ്ടാകും. സ്വാഭാവികമായും അത് ടൂറിസത്തിൻ്റെ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളുണ്ട്. നിരവധി ദൃശ്യങ്ങൾ നമ്മുടെ നാഷണൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി ലഭ്യമാണ്. തത്സമയം വളരെ വേഗം ആ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. हम इंडियन आर्मी है, बैठो।